സുജാതൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് താമസിയാതെ നടക്കുന്ന നിലമ്പൂര് ചുങ്കത്തറയിൽ SNDP നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മലപ്പുറം പ്രത്യേക രാജ്യമാണ്, ചിലരുടെ പ്രത്യേക രാജ്യമാണ്, ചിലരുടെ സംസ്ഥാനമാണ്. അവിടെ ഈഴവർക്ക് തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ യാതൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഗുണഫലങ്ങളൊന്നും പിന്നാക്ക സമുദായങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് വർഗീയവാദമാണെന്ന് ഇന്നലെ ചില മുസ്ലിം ലീഗുകാർ, PMA സലാം അല്ലേ, രണ്ടത്താണി തുടങ്ങിയ ആളുകൾ അതിരൂക്ഷമായിട്ട് പ്രതികരിച്ചു. അപ്പോൾ ഒട്ടും പിന്നോട്ട് പോകാതെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കുറച്ചുകൂടി ആഞ്ഞടിച്ചു, കൃത്യതയും വരുത്തി. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗിലെ സമ്പന്നരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മലപ്പുറത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞു. നീതിക്ക് വേണ്ടിയുള്ള യാചനയായിരുന്നു, വർഗീയതയൊന്നുമല്ല പറഞ്ഞത്. 56% മുസ്ലിങ്ങളുണ്ട്, 44% ഹിന്ദുക്കളെ ഉള്ളൂ അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ മേധാവിത്വം കാണിക്കുമ്പോൾ അത് നല്ലതല്ല. കാരണം അങ്ങനെ മേധാവിത്വം കാണിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ ജാതി ചിന്ത. അത് ജാതി നീതി നിഷേധം ഉണ്ടാകുന്നതാണ് ആ ജാതി ചിന്ത. അത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു നിലവിളിയാണ്. അപ്പോൾ പറയുന്ന നിങ്ങൾക്ക് ജാതി ചിന്തയായിട്ട് തോന്നും, പക്ഷെ അത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള നിലവിളിയാണ്. അവിടെ ഒരു ശ്മശാനം പോലും ഈഴവർക്കില്ല. അപ്പോൾ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ സോദരത്വ ചിന്തയെ ചൂഷണം ചെയ്യുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും മുസ്ലിങ്ങളും ചെയ്യുന്നത്. ആലപ്പുഴയിൽ ഈഴവർക്ക് വലിയ സ്വാധീനമുണ്ട്, അവിടെ പക്ഷെ ഒരു മുസ്ലിമിനെ ജയിപ്പിച്ചതാണ്. ഇന്ന് പക്ഷെ മലപ്പുറത്ത് ഒരു ഈഴവനെയോ ഹിന്ദുവിനെയോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയോ ഇത്രയും വെള്ളാപ്പള്ളി ചോദിച്ചു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നു. വൃത്തികെട്ട നിലവാരം കുറഞ്ഞ പ്രസ്താവനയായിപ്പോയി വെള്ളാപ്പള്ളിയുടേത്. അങ്ങനെ സുജാതന് തോന്നുന്നുണ്ടോ? വൃത്തികെട്ട പ്രസ്താവനയാണോ? വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണോ? വെള്ളാപ്പള്ളി പറഞ്ഞത് വസ്തുതയാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലെ വസ്തുത, ഇപ്പോൾ വെള്ളാപ്പള്ളി എപ്പോഴും സംസാരിക്കുമ്പോഴും അദ്ദേഹത്തെ ഒരു ഭീകര വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ ഒരു പൊതുവാസന എല്ലാ മേഖലയിലുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മേഖലയിലുണ്ട്. അതേ പാതയിലൂടെ PK കുഞ്ഞാലിക്കുട്ടിക്ക് സഞ്ചരിക്കാൻ തോന്നുമോ? അദ്ദേഹം ഈ പറഞ്ഞത്, അദ്ദേഹം സ്വയം കണ്ണാടിയിൽ നോക്കി ഇത് ആവർത്തിക്കുന്നത് പോലെയാവും. അതായത് മുസ്ലിം ലീഗിന് ഇവിടുത്തെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെപ്പറ്റി സംസാരിക്കാൻ യാതൊരു അവകാശമില്ല. പാർട്ടിയിൽ പോലും മുസ്ലിം എന്ന പേരുമായി നടക്കുന്ന ഒരു പാർട്ടി സെക്കുലറാണെന്ന് അവകാശപ്പെടുന്നതിനേക്കാൾ വലിയ ഒരു വിരോധാഭാസം ഇന്ത്യൻ പൊളിറ്റിക്സിൽ വേറെയില്ല. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് പോലും വേണ്ടത്ര പ്രാതിനിധ്യമില്ല എന്നിരിക്കെ ഒരു നോൺ മുസ്ലിം ലീഗിലൂടെ നേതാവായി വരികയോ ഒരു ജനപ്രതിനിധിയായി വരികയോ ഒക്കെ ചെയ്യുന്നത് ഇനി വിദൂരത്തിൽ പോലും കണി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പണ്ട് ഒരു രാമനെ അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല വർഗീയതയുടെ പേരിൽ. കാരണം വെള്ളാപ്പള്ളി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായ സാമൂഹ്യനീതി പ്രശ്നമാണ്. നിലമ്പൂരിലാണ് അദ്ദേഹം, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ഈ പ്രസ്താവന നടത്തിയത്. നിലമ്പൂരിൽ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ കുടിയേറ്റക്കാർ ധാരാളമുള്ള കിഴക്കൻ മേഖലയാണ്. അതെ, ഹൈറേഞ്ച് ഉൾപ്പെട്ട വയനാടിൻ്റെ വാതിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടുത്തെ ഹിന്ദുക്കൾ 44%, മുസ്ലിങ്ങൾ, ഒറ്റ സമുദായമായ മുസ്ലിങ്ങൾ 56%. ഈ അന്തരം, ഈ ജനസംഖ്യയിലെ ഈ അന്തരം അവിടുത്തെ ഈഴവർ മാത്രമല്ല എല്ലാ ഹിന്ദുക്കൾക്കും അതിൻ്റേതായ പ്രയാസങ്ങൾ, ഒറ്റപ്പെടൽ, ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ സ്റ്റേജിൽ നിന്ന് തുറന്നു പറഞ്ഞപ്പോഴുള്ള
പ്രയാസം. ഇവരിത്രയും കാലം ഭരിച്ചപ്പോൾ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? ഇവർ സാമൂഹ്യ നീതിയെക്കുറിച്ച് മലപ്പുറത്തിന് വെളിയിൽ വന്ന് നമ്മളോടൊക്കെ വലിയ വാചകങ്ങൾ പറയാറുണ്ടല്ലോ. പക്ഷേ അവരവരുടെ വീട്ടിലും നാട്ടിലും ഇത് നടപ്പാക്കിയിട്ടില്ല. ഈ നീതി അനുഭവം അവിടെ ആളുകൾക്ക് മതേതരത്വം പറയും, പ്രസംഗിക്കും, പക്ഷെ മതേതരത്വം അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ലല്ലോ. ആ കാര്യം വെള്ളാപ്പള്ളി കൃത്യമായ ഭാഷയിൽ, ഇപ്പോൾ വിശദീകരണം കൂടെ വന്നപ്പോൾ അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ നാവ് എല്ലാവരും പണ്ടേ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് കാലത്തിൻ്റെ ചുവരിൽ എഴുതി വയ്ക്കുന്ന ഒരുപാട് മായ്ക്കപ്പെടാത്ത മുദ്രാവാക്യങ്ങളും ശ്ലോകങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. അത് വർഗീയതയുടെ പേരിൽ മായ്ച്ചു കളയാണ്. മുമ്പ് ഈ 5ാമത്തെ മന്ത്രി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് വന്നപ്പോഴേ അത് വെടിവെച്ചിട്ടതും വെള്ളാപ്പള്ളിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരാൾ സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെ ഹിന്ദു ഏകീകരണത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. 46% പോലുമുള്ള ഹിന്ദുക്കൾ അവിടെ ഒന്നിച്ച് നിന്നാൽ ഈ 56% വേണമെങ്കിൽ ഒന്ന് ചെറുത്ത് നിൽക്കാൻ പറ്റും. അതെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവിടുത്തെ രാഷ്ട്രീയത്തിലില്ല. അവിടെ മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ചൊരു രാജ്യമായി തീർന്നിരിക്കുന്നു. ചിലർ അതൊരു പ്രത്യേക ഭരണപ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു എന്നുമൊക്കെ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇത് കേട്ട പാതി മലപ്പുറം പണ്ട് EMS ഗവൺമെൻറ് കൊടുത്ത ഒരു ജില്ലയാണ്. അതെ. അത് 67 EMS ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് മലപ്പുറം ജില്ലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആ മന്ത്രിസഭ പോകുന്നതിന് ഒരു മാസം മുമ്പ് ജൂണിലാണ് ഈ ജില്ല കൊടുത്തത്. അതുമാത്രമല്ല, ഈ മുസ്ലിം ലീഗിന് അധികാരത്തിൻ്റെ മധുരം നൽകിയതും EMS ആണ്. അതെ. അവർ കൂട്ടുമുന്നണി കൊണ്ടുവന്ന്, സപ്തകക്ഷി മുന്നണി കൊണ്ടുവന്ന് അവർക്ക് 2 മന്ത്രിസ്ഥാനം കൊടുത്തു. അത് പ്രധാനപ്പെട്ട വകുപ്പ്. പിന്നെ ദീർഘകാലം വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും ഒക്കെ മാറി മാറി മുസ്ലിം നേതാക്കൾ ഭരിക്കുന്ന ഒരവസ്ഥാവിശേഷം വന്നു. പഴയൊരു മറ്റേ കോഴിക്കോട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് PSCയിലും ഒക്കെ സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുത്തത്. മുസ്ലിങ്ങൾക്ക് സംവരണം എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. അന്ന് കൊടുത്തതാണ്. ഈ ഭരണഘടനയെ കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നില്ലല്ലോ. പുറമേ പറയുമെന്ന് അല്ലാതെ ഭരണഘടന എപ്പോൾ എവിടെ വെച്ച് ലംഘിക്കാൻ അവസരം കിട്ടിയാലും അവരത് ചെയ്യും. എന്നിട്ട് മുസ്ലിം സംവരണം ഉൾപ്പെടുത്തി അത് 9ാം ഷെഡ്യൂൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലംഘിക്കാൻ പ്രയാസമാണല്ലോ. ആ തരത്തിലേക്ക് തമിഴ്നാട്ടിനെ അനുകരിച്ച് കേരളത്തിൽ നിയമനിർമ്മാണം നടന്നു. ഇപ്പോൾ മുസ്ലിം സംവരണം കേരളത്തെ മാതൃകയാക്കി കർണാടകത്തിൽ നടപ്പാക്കാൻ പോകുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ഇനി കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ. അത് നിൽക്കട്ടെ, ഈ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സാമൂഹ്യനീതിയുടെ വിഷയമാണ്. ഇതുവരെ ഇത് വെള്ളാപ്പള്ളിയെ പോലൊരാളിന് മാത്രമേ ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റൂ. കാരണം നമുക്കെല്ലാവർക്കും ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ. ഇത് പറഞ്ഞാൽ വർഗീയമായി പോകുമോ, ഞാൻ മോശക്കാരനാകുമോ എന്ന്. വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരാളിന് അങ്ങനെ ഒരു ചിന്തയില്ല. വെള്ളാപ്പള്ളി വെളിച്ചപ്പാടാണ്. അതെ, അദ്ദേഹം സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയും. അതിൻ്റെ ഒരു ലക്ഷണമാണ്. മാത്രമല്ല, കേരളത്തിൽ മാറിയ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയുണ്ട്. അത് BJPയുടെ തലപ്പത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതിൻ്റെ ഒരു അനുരണനമാണ്. ഹിന്ദു ഏകീകരണത്തിൻ്റെ ആവശ്യകത കുറച്ചും കൂടെ ഉച്ചത്തിൽ മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു സൂചനയാണ് ഈ വെള്ളാപ്പള്ളി ഇപ്പോൾ മലപ്പുറത്ത് നടത്തിയിരിക്കുന്ന പ്രസംഗം. ഇനി വേറൊരു കാര്യം കൂടെ ഇന്നലെ തന്നെ രാമേന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 ബിഷപ്പുമാർ ക്രിസ്ത്യാനികൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആമ്പ്ലാനി പിതാവ് പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വന്തം പാർട്ടിയുടെ കാര്യം ഉണ്ട്. താമരശ്ശേരി തലശ്ശേരി ബിഷപ്പുമാർ അവരൊരു വേദിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നു, ഇനി ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ ഒരു വോട്ട് ബാങ്കായിട്ട് നിങ്ങളാരും കാണണ്ട, അവർക്ക് അവരുടേതായ പാർട്ടി വേണ്ടി. മുമ്പ് കേരള കോൺഗ്രസ് മാണിസാറിൻ്റെ കാലത്ത് ആ കേരള കോൺഗ്രസ് കത്തോലിക്ക സഭ ഏറ്റെടുത്തിരുന്നതാണ്. ജോസ് മാണി വന്നപ്പോൾ ഗുണമില്ല എന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ വഖഫ് ബില്ല് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് സഭ പറഞ്ഞിട്ടും ജോസ് മാണി ഇടം തിടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഗുണമില്ല. അപ്പൊ സ്വന്തം പാർട്ടി വേണം. അതിപ്പോ മുനമ്പം അനുഭവത്തിൽ നിന്ന് അവരൊരു പാഠം പഠിച്ചു. ഈ പാർട്ടികൾ തങ്ങളുടെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കുകയും പഞ്ചസാര വർത്തമാനം പറയുകയും ചെയ്യുന്നത് വോട്ടിന് മാത്രമാണ്. അതേസമയത്ത് കാര്യത്തോടടുത്തപ്പോൾ അവരവർ വേണ്ട പോലെ സഹായിച്ചില്ല. KCBC ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ. കേരളത്തിൽ നിന്നുള്ള MP മാർ ഈ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കണമെന്ന്. ആരും ചെവിക്കൊണ്ടില്ല.
എന്ന് മാത്രമല്ല അവരെതിർത്തിട്ടും ഇത് പാസ്സായുക ചെയ്തപ്പോൾ മുനമ്പം പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അവരിൽ നിന്ന് ആലോചിക്കുന്നത് കത്തോലിക്കർക്ക് പുതിയൊരു പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം വേണം. അതേ വികാരം തന്നെയാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി അവിടുത്തെ ഈഴവർക്ക് അവരെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹം നൽകുകയായിരുന്നു. ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ പിന്തുണച്ചാണല്ലോ വെള്ളാപ്പള്ളി നിലകൊണ്ടത്. അതെ, ആ രാഷ്ട്രീയം തന്നെ തുടരും എന്നുള്ളതല്ലേ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും. അതായത് ഈ വെള്ളാപ്പള്ളി ഈ സ്വരത്തിൽ സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ BJP പ്രസിഡൻ്റായി. രാജീവ് ചന്ദ്രശേഖരനും വെള്ളാപ്പള്ളിയും കൂടെ കണിച്ചുകുളങ്ങര ഒരു കൂടിക്കാഴ്ച നടന്നു. അദ്ദേഹം NSS ആസ്ഥാനത്ത് പോയി സുകുമാരൻ നായരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. പക്ഷേ സുകുമാരൻ നായർ ഒരു കമ്മിറ്റഡ് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയെ പോലെ സത്യം പറയാൻ പറ്റില്ല. പിന്നെ വെള്ളാപ്പള്ളിയെ പോലെ സത്യം പറയാനുള്ള തൻ്റെ ഇടവും അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ നാവ് സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹം സമദൂരൻ എന്നാണല്ലോ പറയുക. അതെ, കാരണം LDFലെ നായന്മാരും ജയിക്കണം, UDFലെ നായന്മാരും ജയിക്കണം, അതാണ് സമദൂരം. അതെ, അല്ല, അത് വെള്ളാപ്പള്ളി കാര്യങ്ങളെ അതിൻ്റെ നേർക്ക് കാണാൻ ശ്രമിച്ചു. തൂമ്പേ എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് അറിയാം. മുസ്ലിം ലീഗ് സെക്കുലറിസം പഠിപ്പിക്കാൻ വെള്ളാപ്പള്ളി എടുത്ത് ചെല്ലണ്ട എന്നാണ് ഇതിനുള്ള മറുപടി. സത്യത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.